എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണത്തോടനുബന്ധിച്ച് തർക്കം നിലനിൽക്കവെ വൈദികർക്കും സമർപ്പിതർക്കും സഭാമക്കൾക്കുമായി സർക്കുലർ പുറത്തിറക്കി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി പിതാവും. സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: ഏറെ പ്രതിസന്ധിക്ക് നടുവിലും അജപാലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ ശ്രമിക്കുന്ന അതിരൂപതയിലെ എല്ലാ വൈദികരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എങ്കിലും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള തർക്കങ്ങൾ സഭയെ മുഴുവനായും നമ്മുടെ അതിരൂപതയെ സവിശേഷമായും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആചരണത്തിന് മാർഗമില്ലാതെ പലരും ഓൺലൈൻ കുർബാനകളിലേക്ക് പിൻവാങ്ങിയിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെയും ഇതര സഭകളുടെയും മുമ്പിൽ നമ്മുടെ സഭാജീവിതം പരിഹാസ്യമായി. ഇടവകകളിലും കുടുംബങ്ങളിലും ഭിന്നതകൾ രൂപപ്പെട്ടു തുടങ്ങി. ഈ തർക്കങ്ങൾക്കിടയിൽ തിരുസഭയുടെ പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും എത്രയോ വട്ടം പരസ്യമായി അധിക്ഷേപിക്കപ്പെട്ടു. തിരുസഭയുടെ ശക്തിയായിരുന്ന അച്ചടക്കവും കെട്ടുറപ്പും അപകടകരമാം വിധം തകരാറിലായി. പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങൾ പോലും അവഗണിക്കപ്പെട്ടത് ഏറെ വേദനയോടെയാണ് വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത്. പരസ്പരം പഴിചാരുന്നത് പരിഹാരമല്ലെന്ന് നാം തിരിച്ചറിയണം. ഈ രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാനാകാത്ത പ്രതിസന്ധിയിൽ നാം എത്തിയിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കണം. നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് 2-ാം തീയതി മുതൽ 3 കർമ്മ പദ്ധതികൾ ഇതിനായി പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഒന്നാമതായി, നമ്മുടെ പ്രാർത്ഥനാപൂർവ്വം അനുതാപത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയാം. രണ്ടാമതായി, സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം എന്ന തീരുമാനത്തിനെ മാറ്റം വരുത്താൻ നമുക്കാർക്കും അവകാശമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും പള്ളികളിൽ ഈ തീരുമാനം നടപ്പിലായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധാർഹമാണ്. എന്നാൽ മറ്റു പള്ളികളിൽ നടപ്പിലാക്കാനുള്ള അജപാലനപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചതിന്റെ വെളിച്ചത്തിൽ വിവിധ തലങ്ങളിലെ കൂടിയാലോചനകളിലൂടെയും സിനഡിന്റെ അംഗീകാരത്തോടെയും നാം എത്തിച്ചേർന്ന ധാരണയാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങാമെന്നത്. ഏതാനും പള്ളികൾ ഈ തീരുമാനം കൃത്യതയോടെ നടപ്പിലാക്കുന്നുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ്. നാം എത്തിച്ചേർന്ന ധാരണയിൽ നിന്ന് തന്നെ നമുക്ക് പുനരാരംഭിക്കാം. സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിൽ ഉൾപ്പെടെ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന പതിവ് കുർബാനകളിൽ ഒരെണ്ണമെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്രകാരം വിശുദ്ധ കുർബാനയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സിവിൽ കേസുകൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ചർച്ചകളിൽ നാം ധാരണയിൽ എത്തിയിരുന്നതുപോലെ എല്ലാ പള്ളികളിലും വചനവേദി എല്ലാ വിശുദ്ധ കുർബാനകളിലും ഉപയോഗിക്കണം. അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെത്തുന്ന മെത്രാന്മാർക്കും വൈദികർക്കും ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. മൂന്നാമതായി, പ്രതിസന്ധികൾ പരിഹരിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നമുക്ക് പ്രത്യാശയോടെ സന്ദേശം പങ്കുവയ്ക്കാം. പരസ്പരം കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ തിരുസഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ആദ്യപടി പ്രകോപനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. അതിനാൽ സഭയെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളും എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുന്നത് അവസാനിപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം ദൈവിക ഇടപെടലിനായി കൃപാപൂർണമായ മാധ്യമ മൗനം പാലിക്കണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും മാർ ജോസഫ് പാംബ്ലാനി പിതാവും അഭ്യർത്ഥിച്ചു.